ഹായ് ഫ്രണ്ട്സ്, നാവിലെ രുചിയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം തേക്കില ബിരിയാണിയാണ്. പണ്ടൊക്കെ നമ്മൾ ചൂടുള്ള പായസം തേക്കിലയിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ തേക്കിലയൊക്കെ ഒന്ന് വാടി അതിൻ്റെ സ്മെല്ലും ആ രുചിയൊക്കെ അടിപൊളിയല്ലേ. ആ ഒരു ടേസ്റ്റ് നമ്മൾ ബിരിയാണിയിലേക്ക് കൊണ്ടുവരികയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് സവോള അരിഞ്ഞെടുക്കാം. ഒരു 6 നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി തക്കാളി കട്ട് ചെയ്തെടുക്കാം. നമുക്കിനി 2 പച്ചമുളകും കൂടെ ഒന്ന് കീറിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇടാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇടിച്ച് പഞ്ഞിക്കിടണ്ട, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. നമുക്ക് ഈ ഒരു പരുവത്തിൽ ചതഞ്ഞ് കിട്ടിയാൽ മതി. നമ്മുടെ സ്വന്തം ഐഡിക്ക് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത ഒരു അടുപ്പാണിത്. ഇതിന് ചട്ടി അടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പോർട്ടബിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെങ്ങനെ ഇതിൻ്റെ മെക്കാനിസം ഒന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളൊന്ന് 3 സൈഡിൽ നിന്ന് ഇങ്ങനെ കമ്പി ഇങ്ങനെ കയറ്റി കൊടുക്കുന്നു. ഇത് ടോപ്പ് നമ്മളിങ്ങനെ ഒന്ന് ഇറക്കി കൊടുത്താൽ മതി. ജസ്റ്റ് 3 കൂടെ ബന്ധിപ്പിച്ച് ഇപ്പോൾ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ബിരിയാണിയിലോട്ടുള്ള കശുവണ്ടിയൊക്കെ ഒന്ന് വറുത്തെടുക്കാനാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 50 ഗ്രാം കപ്പലണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കശുവണ്ടി ചെറുതായിട്ട് ബ്രൗൺ കളറാകുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. മുന്തിരിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ എണ്ണ ഇതിലേക്ക് ഒഴിക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പിടാം, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ വഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കളറ് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതും കൂടെ ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. ഇപ്പോൾ നമ്മുടെ സവോള വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തേക്കുന്ന 2.5 കിലോ ചിക്കനാണ്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാവുന്നതാണ് എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലോട്ട് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി ഒന്നും ഒഴിക്കണ്ട, കുറച്ച് മതി. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കാരണം ചിക്കൻ ചൂടാകുമ്പോൾ നമ്മൾ നല്ലപോലെ വെള്ളം ഊറി വരും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. കീറി വെച്ചിരുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സർവ്വസൂന്തി ഇല ഒന്ന് കീറി നമുക്ക് ഇതിനകത്തോട്ട് ഇടാം.
നമുക്കിനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 4 തണ്ട് നമുക്കിടാം. ഇത് നമ്മുടെ ഇവിടുന്ന് തന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. നമ്മൾ സവോള വറുത്താനായിട്ട് ഉപയോഗിച്ചേക്കുന്ന പാം ഓയിലാണ്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ കറിക്ക് പാം ഓയിൽ ചേർക്കുകയാണ്, നല്ല ടേസ്റ്റാണ്. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. നമുക്കിനി അവസാനം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. അതൊരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്, ഇട്ട് കൊടുക്കുക. ഇതെന്തിനാ ലാസ്റ്റ് ഇടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഗുണമൊക്കെ, ആ സ്മെല്ലൊക്കെ ഒന്ന് പോകാതെ കറക്റ്റ് നമുക്ക് ഇറച്ചിയിൽ പിടിച്ച് കിട്ടും. നമ്മുടെ ഇറച്ചി ഇപ്പം നല്ലപോലെ പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ബിരിയാണിക്കകത്ത് എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. ആ ഗരം മസാലയുടെയും ആ സർവ്വസുഗന്ധിയുടെയും കറിവേപ്പിലയുടെ ഒക്കെ ആയിട്ട് നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ കറി അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ട് നമുക്ക് റൈസിനുള്ള പരിപാടികൾ ചെയ്യാം. ഈ റൈസ് വേവിക്കാനുള്ള പാത്രം നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. നമ്മുടെ കലം ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലോട്ട് 2 കറുവാപ്പട്ടയും ഒരു 15 ഏലക്കായും 15 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ടൊന്ന് ഇതിനകത്ത് വഴറ്റിയെടുക്കാം. ഏലക്കായൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. നമുക്കിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഡാൽഡ ചേർത്ത് കൊടുക്കാം. ഡാൽഡ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരി തങ്ങൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഒരു നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം. നമ്മളിപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തേക്ക് നമ്മൾ തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയാണ് റൈസ്. അപ്പോഴത്തേക്കും ഒരു ശകലം ഉപ്പ് കൂടുതൽ ഒഴിക്കണം. അല്ല നീണ്ട ആളുടെ ഒത്തിരി ഉപയോഗിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തിളപ്പിച്ച് ഊറ്റുമ്പോൾ അത് ഒഴുകിപ്പോവും, വെറുതെ വേസ്റ്റായി പോകുന്നതുകൊണ്ട് നമ്മളിനി ഇടയിലോട്ട് ദം ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് ഇടാൻ പോകുന്ന റൈസ് ബസുമതി റൈസാണ്. 1 മണിക്കൂർ നമ്മൾ കുതിർത്ത് വെച്ചാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. റൈസ് വെന്തോ നമുക്കൊന്ന് നോക്കാം. കുറച്ചുകൂടെ വേഗമുണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒത്തിരി വെന്ത് പോവല്ല. നമ്മുടെ റൈസിൻ്റെ വേവിൻ്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എറിഞ്ഞാൽ ഓരോന്നോരോന്ന് തെറിച്ച് പോകണം. ആ രീതിയിലാണ് നമ്മുടെ ഇതിൻ്റെ വേവിൻ്റെ കണക്ക്. നമ്മുടെ റൈസ് വെന്തോന്നൊന്ന് നോക്കിയേക്കാം. റൈസ് വെന്തിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. നമ്മളിനി തേക്കലയ്ക്കകത്തോട്ട് ഫില്ല് ചെയ്യാൻ പോവാണ്. അത് 2 തേക്കല ഇങ്ങനെ മറിച്ചിടുക. നമ്മളിങ്ങനെ മലത്തി 2 ഇടുന്നു. നമ്മൾ ഈ ഇല ഇങ്ങനെ കയ്യിലോട്ട് എടുത്തിട്ട് നമ്മൾ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ പീസ് നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഗ്രേവിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ മണ്ടയിൽ കുറച്ചുകൂടെ റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മളിതിനകത്ത് നെയ്യ് ചേർക്കാൻ പോകുന്നത്. അല്പം നെയ്യും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമ്മൾ മണ്ടയിട്ടിട്ട് കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ പൊതിഞ്ഞെടുക്കുകയാണ്.
നമ്മളിനി കെട്ടിയെടുക്കാൻ പോകുന്നത് നമ്മുടെ തെങ്ങിൻ്റെ ഓല വെച്ചാണ്. നമുക്ക് 2 ഓലയൊന്ന് കൂട്ടി കെട്ടിയെടുക്കാം. അതിൻ്റെ നീളം നമുക്ക് തികയില്ല, അതുകൊണ്ടാണ്. നമുക്കൊരു പാത്രം അടുപ്പിലോട്ട് വെക്കാം. ഞാനൊരു 2 മടലിൻ്റെ പീസ് നമ്മൾ ഇതിനകത്തോട്ട് വെക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാലേ നമ്മൾ വെള്ളം ഒഴിക്കുമ്പം പാത്രം മുങ്ങിപ്പോയില്ല, അതിനാണ്. ഇതിന് നമുക്ക് വെള്ളം ഒഴിക്കാം. ഓക്കെ, നമ്മുടെ മെയിൻ താരത്തിനെ ഓരോന്നായിട്ട് അവിടെ ഇറക്കി വെക്കാം. നമുക്ക് ഇനി അടച്ചു വെക്കാം. നമുക്കൊരു 20 മിനിറ്റ് നമുക്ക് ആവി കയറ്റിയെടുക്കാം. നമുക്ക് ആവി കയറ്റാൻ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അതുപോലെ നമ്മുടെ തേക്കലയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിന്ന് അടുപ്പത്തുനിന്ന് മാറ്റാം. നമുക്കിനി ഓരോന്നായിട്ട് പാത്രത്തിലോട്ട് മാറ്റാം. നല്ല ചൂടാണ്, നല്ല അടിപൊളി മണമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തേക്കലയൊക്കെ നല്ലപോലെ വാടി നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട്. നമ്മുടെ തേക്കില ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. അതൊക്കെ നമുക്ക് ഇലയൊക്കെ അങ്ങ് പൊളിച്ച് മാറ്റാം. നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. നമുക്കൊരു പീസും കൂട്ടി കുറച്ച് റൈസും എടുക്കാം. എൻ്റെ സാറേ, ഒരു രക്ഷയില്ല, അടിപൊളി ഐറ്റമാണ്. ആ തേക്കലൊക്കെ വെന്തിട്ട് ആ ചോറിലോട്ടൊക്കെ പിന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വിഭവമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം. ബൈ.